ഈ ഇൻവെസ്റ്റ്മെന്റിൽ നിന്ന് കിട്ടുന്ന റിട്ടേൺ വെച്ചിട്ട് ജീവിക്കണം എന്നുള്ളതാണ്. ഇപ്പൊ ട്രാക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഇൻകം കൂടുന്നില്ലല്ലോ. അതായത് നമുക്കിപ്പോ മനസ്സിലായി എന്ത് എത്ര ഇൻകം വരുന്നുണ്ട്, എത്ര എക്സ്പെൻസ് വരുന്നുണ്ട്, എത്ര ബാലൻസ് വരുന്നുണ്ട് മനസ്സിലായി. ഇനി നമ്മൾ ചെയ്യേണ്ടത് ശരിക്ക് ഇൻവെസ്റ്റ് ചെയ്യാന്നുള്ളതാണ്. ശരിക്ക് ബാക്കി വരുന്ന എമൗണ്ടിന് ഇൻവെസ്റ്റ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ വേറൊരു അപകടം ഉണ്ട് അവിടെ. ശരിക്കും നമുക്ക് ബാക്കി വന്നില്ലെങ്കിലോ പ്രശ്നമാണ്. ഇപ്പൊ ഒരു ലക്ഷം വന്ന ഒരാള് അല്ലെങ്കിൽ ഒരു 10 ലക്ഷം മന്ത്ലി ഇൻകം കിട്ടിയ ഒരാള് ആ 10 ലക്ഷം നമ്മൾ ചെലവാക്കി ട്രാക്ക് ചെയ്തു. ഓക്കെ, നമ്മളെ ആപ്പിലുണ്ട് 10 ലക്ഷം ഇൻകം വന്നിട്ടുണ്ട്, 10 ലക്ഷം പോയിട്ടുണ്ട്, അല്ലെങ്കിൽ 1 ലക്ഷം ഇൻകം വന്നിട്ടുണ്ട്, 1 ലക്ഷം പോയിട്ടുണ്ട്. അതുകൊണ്ട് കാര്യമില്ലല്ലോ. അപ്പൊ നമുക്ക് ഇൻകം വരുന്നത് നമ്മൾ ട്രാക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ നമ്മൾ എന്ത് ചെയ്യണം, എക്സ്പെൻസിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മൾ ഇൻവെസ്റ്റ്മെന്റിലേക്ക് അതിനെ മാറ്റണം എന്നുള്ളതാണ്. ഞാൻ ആദ്യമൊക്കെ ഇതിനെ കുറിച്ച് പഠിച്ച സമയത്ത് ഭയങ്കര എന്താ പറയാ, ഇതിപ്പോ എങ്ങനെ ചെയ്യാൻ പറ്റുന്നുള്ളതായിരുന്നു. കാരണം നമുക്ക് എക്സ്പെൻസ് കുറെ ഉണ്ട്, അതൊക്കെ കഴിഞ്ഞിട്ട് ഇതിലേക്ക് ബാക്കി ഉണ്ടെങ്കിൽ ചെയ്യാന്നുള്ളൊരു ഒരു മൈൻഡ് സെറ്റിലായിരുന്നല്ലോ. ഇപ്പൊ ശരിക്കും എന്ന് വെച്ചാൽ ഇൻകം വരുന്നതിനെ നമ്മൾ ആദ്യം തന്നെ നമ്മുടെ ഇൻവെസ്റ്റ്മെന്റിലേക്ക് മാറ്റും. ഇൻവെസ്റ്റ്മെന്റ് ഇഷ്ടംപോലെ ഉണ്ട്. ഷെയർ മാർക്കറ്റിലേക്ക് മാറ്റാം, ഗോൾഡ് വാങ്ങാം, പിന്നെ മ്യൂച്വൽ ഫണ്ടിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാം, അങ്ങനെ കുറെ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്. അപ്പൊ അതിലേക്ക് എത്ര പെർസെന്റേജ് മാറ്റിയിട്ടാണ് ബാക്കി വരുന്നതാണ് നമ്മൾ ലൈഫ് സ്റ്റൈലിലേക്ക് മാറ്റുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ലൈഫ് സ്റ്റൈൽ നമുക്ക് കുറക്കാൻ കഴിയില്ല. ജീവിതം നമ്മൾ ഇങ്ങനെ ജീവിച്ച് പോകുന്ന ആളായതുകൊണ്ട് തന്നെ താഴേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പൊ എന്ത് ചെയ്യും, നമ്മള് ഇൻകം കൂട്ടുക എന്നുള്ള ഒരു ഓപ്ഷനിലേക്ക് പോകേണ്ടി വരും. മറ്റൊന്ന് എന്താണ്, 10 ലക്ഷം വന്നു കഴിഞ്ഞാൽ 10 ലക്ഷം ചെലവാക്കും. അപ്പോൾ 10 ലക്ഷം വന്നു കഴിഞ്ഞാൽ ഒരു 6 ലക്ഷം നമ്മൾ ഇൻവെസ്റ്റ്മെന്റിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ബാക്കി 4 ലക്ഷം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ലൈഫ് സ്റ്റൈലിലേക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യത്തിലേക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ട്രാക്ക് ചെയ്യാതിനപ്പുറത്തേക്ക് അതിനെ എങ്ങനെയാണ് നല്ല രീതിയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാന്നുള്ള, ഡബിൾ ആക്കണമെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടല്ലോ. ശരിക്ക് നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് നമ്മൾ പോകേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇൻവെസ്റ്റ്മെന്റിൽ നിന്ന് കിട്ടുന്ന റിട്ടേൺ വെച്ചിട്ട് ജീവിക്കണം എന്നുള്ള. ഇൻവെസ്റ്റ്മെന്റിൽ നിന്ന് കിട്ടുന്ന റിട്ടേൺ വെച്ചിട്ട് ജീവിക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഇൻകത്തിൽ നല്ല എന്ത് ചെയ്യുന്നത്, ഡയറക്റ്റ് ഇൻകത്തിൽ നല്ല നമ്മൾ എന്ത് ചെയ്യുന്നത്, ജീവിക്കേണ്ടത്. അതായത് ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ടിൽ നിന്ന് അതിൽ നിന്ന് റിട്ടേൺ വരുന്നതിനെ വെച്ച് ജീവിക്കുക എന്നുള്ളതാണ്. അപ്പൊ അതിനെക്കുറിച്ച് ഞാൻ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതാണ് ഏറ്റവും നല്ല വേ എന്നുള്ളതാണ് അതിന്റെ എക്സ്പെർട്ടുകൾ പറയുന്നത്.